വളരെ എന്താ പറയാ കുറെ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ഭയങ്കര ചിരിച്ചിരിക്കുന്ന രണ്ടുപേരായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എനിക്കെപ്പോഴും ഒരു സംശയം തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹം ജനനം കൊണ്ട് നിങ്ങളാണ് അനിയത്തിയെങ്കിലും കർമ്മം കൊണ്ട് ചേച്ചിയായിട്ട് അങ്ങനെ എപ്പോഴും ഏറ്റെടുക്കാറുണ്ടോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ റോള് സ്വിച്ച് ചെയ്യും. ചില സമയത്ത് ചേച്ചിയാവുന്നിടത്ത് ചേച്ചിയാവും, ചില സമയത്ത് തിരിഞ്ഞാവും. ചേച്ചി വിഷമിച്ചിരിക്കുമ്പോ ഞാൻ ചേച്ചിയാവും, ഞാൻ വിഷമിച്ചിരിക്കുമ്പോ ചേച്ചി ചേച്ചിയാവും. മനസ്സിലായോ? സാഹചര്യത്തിനനുസരിച്ച് റോള് മാറിക്കൊണ്ടിരിക്കും. കാരണം അവിടെ ആകെ ഞങ്ങള് 4 പേരേ ഉള്ളൂ. ചിലപ്പോ അച്ഛനാവേണ്ടി വരും, അമ്മയാവേണ്ടി വരും, എല്ലാം കൊണ്ട് വരും. അപ്പൊ ഞങ്ങനെ റോൾസ് എങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കും. ചോദിക്കേണ്ടിരുന്നില്ല. എങ്ങനെയുണ്ട് 4 ഗേൾസ് ഉള്ളൊരു വീട്? എങ്ങനെയുണ്ട്? അടിപൊളിയാ, രസാണ്. എല്ലാ ഏജിലുള്ള ഉണ്ടല്ലേ? ജെൻസി, എല്ലാ ജനറേഷനും ഉണ്ട്. ജെന്നാൽഫ ഉണ്ട്, മില്ലേനിയൽ ഉണ്ട്, സില്ലേനിയൽ ഉണ്ട്. അതെ അതെ അതെ. നിങ്ങൾ തമ്മിൽ അങ്ങനെ എപ്പോഴെങ്കിലും എന്ത് കാര്യത്തിലാ ഒരു അഭിപ്രായ യോജിപ്പും എന്ത് കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറ് നിങ്ങൾ 4 പേര് തമ്മിൽ? പറ്റുന്ന എല്ലാ കാര്യത്തിലും ആദ്യം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക. എന്നാലും അങ്ങനെ മേജർ ആയിട്ട് വരുന്നത് പാപ്പും അമ്മാമ്മയും തമ്മിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് പൊട്ടല് തുടങ്ങുക. പാപ്പിന്റെ മുടിയിൽ എണ്ണ തേക്കണത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഭക്ഷണം കഴിക്കുന്നത്, വല്ല പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോ ഫാസ്റ്റ് ഫുഡ്. അമ്മാമ്മ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ കൊച്ചും തമ്മില്. അപ്പൊ അമ്മാമ്മയും പാപ്പും തമ്മിലുള്ള ചെറിയ ഇതൊക്കെ പറഞ്ഞിട്ട് അമ്മാമ്മന്റെ അടുത്ത് ഇങ്ങനെ, അപ്പൊ ഞാന് അമ്മയുടെ സൈഡും പിടിക്കണം, പാപ്പുന്റെ സൈഡും പിടിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഞാൻ അമ്മയെന്നെ നിർത്തമ്മ, ഇത് കൊച്ചില് അങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുള്ളൂ. അമ്മയ്ക്കൊരു മറ്റേ പാചക പുസ്തകം ഇറക്കിക്കൂടെ? നല്ലൊരു തോട്ടാണ് അല്ലേ? അതെ അതെ. അമ്മയ്ക്ക് അതിനും കൂടിയുള്ള സമയമില്ലാത്ത ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. 3 മക്കളെയും നോക്കുന്നത് അമ്മയാണല്ലോ. അപ്പൊ ഞങ്ങള് കഴിഞ്ഞാൽ ഇവള് വളർച്ചയൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ അമ്മ തന്നെയാണ് കൊച്ചിനെയും ഒക്കെ. അതിന്റെ ഇടയിൽ കൂടെ വ്ളോഗ് ഇനി പറഞ്ഞേക്കാം, വിഷ്ണു പറഞ്ഞു. പക്ഷെ അത് സംഭവം നല്ലതാ, നല്ലൊരു. എപ്പോ മുതലാ നിങ്ങൾക്ക് ഈ പാട്ട് കൊണ്ട് ആണ് ഇനി മുതൽ നമ്മുടെ കംപ്ലീറ്റ് ലൈഫും നമ്മൾ ജീവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ ഒരു ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എടുക്കാൻ പോകുന്നത് പാട്ടാണ്? അങ്ങനെ ഇപ്പൊ അമൃത കുറച്ച് പ്രായപ്പോ തൊട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് എന്റെ തലയിൽ ബുദ്ധി ഓർമ്മ വന്നു തുടങ്ങിയ സമയം തുടങ്ങി എനിക്കിതേ അറിയുള്ളൂ. അച്ഛൻ മ്യൂസീഷ്യനാണ്, നമ്മുടെ വീട്ടുകാരെല്ലാവരും പാട്ടുകാരാ. അപ്പൊ എനിക്ക് ഇത് തന്നെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ, പാട്ടിൽ തന്നെ വരണം എന്നാണ് വരുന്ന ഉറപ്പായിരുന്നു. അതായത് നമ്മുടെ ഫാമിലി ഫുള്ള് മ്യൂസിക്കില് ഭയങ്കര റൂട്ടഡ് ആണ്. അപ്പോ നമ്മൾ തീരുമാനിച്ചോ തീരുമാനിക്കാതെയോ ഇത് തന്നെയായിരുന്നു നമുക്ക് മെന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഞാനാണ് കുറച്ച്, ആസ് യു സെഡ്, ഞാനാണ് ഇതിനകത്തേക്ക് വരാൻ വൈകിയത്. അത് നന്നായി തോന്നുന്നു. പക്ഷെ അബി കുറച്ചും കൂടെ മൾട്ടി കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാളും കൂടെ ആയതുകൊണ്ട് അബി പിന്നെയും പോയി വരും എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഒരു സ്ഥിരത ഇല്ലാതെ ഇങ്ങനെ അല്ലേ? അതല്ലേ അതെ അതെ അതെ. ഇപ്പോഴും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ട് ഇദ്ദേഹത്തിന്. അതായത് ഞാനോട് കുറെ അങ്ങ് സ്നേഹിച്ചു എന്ന് വിചാരിക്കാം അമൃതനെ. എന്നിട്ട് അമൃതയുടെ അടുത്ത് ഞാനൊരു ക്യാൻ കൊടുക്കുകയാണ്, എന്നിട്ട് കുറച്ച് കറന്റ് മേടിച്ചോണ്ടിരാൻ പറഞ്ഞാൽ അവിടെ പോവും. ചേച്ചിയുടെ ഒരു സർക്കിൾ നിങ്ങൾ എന്താണ് ആ സർക്കിളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാ അതിപ്പോ ഇനിയിപ്പോ ഇപ്പൊ സപ്പോസ് വിഷ്ണു ചേച്ചി അംഗീകരിച്ച ഒരു ഫ്രണ്ടാണ്. വിഷ്ണു ഇനി ശരിക്കും തെറ്റ് ചെയ്താൽ പോലും, ഞാൻ പോയി പറഞ്ഞാൽ പോലും, തെറ്റെന്ന് വെച്ചാൽ തെറ്റിന്റെ ശരിയുടെയും അങ്ങനത്തെ കഥയല്ല, പറയണം, എനിക്കിത് എല്ലാവരോടും പറയണം. അപ്പൊ ചേച്ചിയുടെ അടുത്ത് നമ്മൾ പറയാണ്, എന്തെങ്കിലും ആള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ചേച്ചി, ഒന്നല്ല ചേച്ചി സംസാരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കട്ട് ദാറ്റ് പേഴ്സൺ വിച്ച് ഇസ് ഗുഡ് ഫോർ യു. പിന്നെ എന്നെ കട്ടി. അതായത് അവരങ്ങനെയാണ്, അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ. അപ്പൊ അവരങ്ങനെ ചെയ്തോട്ടെ, നിന്നെ അത് എഫക്ട് ചെയ്തു. അപ്പൊ എന്നെ എഫക്ട് ചെയ്ത ചേച്ചിനെ നിന്നെ എഫക്ട് ചെയ്യാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട, നീ എന്റെ അനിയത്തി ആണെങ്കിലും എന്താണെങ്കിലും. ഇതാണ് പുള്ളിക്കാരുടെ ഓൾ ടുഗദർ നയം. നമ്മുടെ ഓണത്തിന് വയസ്സായിട്ട് അമൃതയ്ക്ക് പക്വത വരാത്തത്? എനിക്ക് പക്വതൊക്കെ ഉണ്ട്, ഇത് പക്ഷെ ഇപ്പോഴും അമൃതയെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഉദ്ദേശം? എന്തെങ്കിലും പ്രാങ്ക് ഉണ്ടോ അവിടെ? അങ്ങനല്ല, ഇപ്പൊ എങ്ങനെ ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കൃത്യമായിട്ട് വിഷ്ണു അഭിമാനി ഇത്ര വേഗം കിട്ടുന്ന അല്ല വിഷ്ണു, അതായത് ക്വസ്റ്റ്യൻ മറന്നുപോയി. കുന്തം ഇപ്പോഴും പക്വത വന്നിട്ടുണ്ടോ?
ഈ പക്വത എന്ന് പറയുന്ന സംഭവം എന്താണ് ഈ പക്വത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ലൈഫിൽ അമൃതയ്ക്ക് സന്തോഷം തരുന്ന ആളുകളെ മാത്രം അമൃതയ്ക്ക് കൂടെ കൂട്ടാനും അമൃതയ്ക്ക് വളർച്ച മാത്രം ഉണ്ടാവാനും ഉണ്ടാവുന്ന ഒരു ചിന്താ രീതി. നമുക്ക് ആരെയും അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസസും ഓരോ കാര്യങ്ങളും മോൾഡ് ആയിട്ടാണ് ആ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോ എന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കണം അയാളെന്ന് എനിക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? അയാൾക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോ അയാളുടെ നല്ലതല്ലേ നോക്കുള്ളൂ. നമ്മള് വെള്ളത്തിൽ മുങ്ങാൻ പോകുമ്പോ നമ്മുടെ തലയിൽ ചവിട്ടിട്ടല്ലേ മറ്റുള്ളവർ പോവുള്ളൂ. അപ്പൊ അത് എല്ലാവരുടെ കയ്യിൽ നിന്നും എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് ആരെയും എനിക്ക് പൊതുവെ എല്ലാവരും ഇഷ്ടമാണ്. അല്ലല്ല, എനിക്ക് പൊതുവെ സത്യം എനിക്ക് നേരെ തിരിച്ചു, എനിക്ക് ആരും ഇഷ്ടമല്ല. ആരും ഇഷ്ടമല്ല. ചേച്ചിന്ന് തന്നെ വല്ലപ്പോഴും വിളിക്കാം. എനിക്ക് പൊതുവെ ആളുകൾ ഇഷ്ടമാണ്, എനിക്ക് നാട് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇറക്കി ദൈവം വിട്ടു പിന്നെ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ ഓക്കെ. എനിക്ക് അതിനകത്തൊരു ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഷീ കൻ എൻജോയ് എവറി മൊമെന്റ്. എവിടെ പോയാലും വിഷമം ഉണ്ടെങ്കിൽ എന്താണെങ്കിലും പുള്ളിക്കാർക്ക് അത് കട്ട് ഓഫ് ആയി ആ മൊമെന്റിനെ കൺസ്യൂം ചെയ്യാനും ആ മൊമെന്റിന്റെ ബ്യൂട്ടി കൺസ്യൂം ചെയ്യാൻ. എനിക്കിനിപ്പോ നല്ല സ്ഥലത്ത് കൊണ്ടിട്ടാലും ചിലപ്പോ എനിക്ക് അവിടെ എന്തൊക്കെയാ പിടിക്കാത്തത്. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അനുഭവിച്ചത് പാവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ഇഷ്ടപ്പെട്ടാലും അതിന്റെ ഒരു വീഡിയോ കണ്ടുണ്ടോ, ഒരു അമ്പലത്തിൽ ഒരു ആന നടന്നു പോകുമ്പോ ബാക്കിൽ ഇങ്ങനെ ഒരു കാല് ഇതിന്റെ മുടിയൊക്കെ ഇങ്ങോട്ട് വരണമെന്ന്. കുഴപ്പമില്ല. അതുകൊണ്ടായിരിക്കാം അബിക്ക് അങ്ങനെ പൊതുവെ എല്ലാവരോടുള്ളൊരു വിശ്വാസവും ഇഷ്ടക്കേടും ഒക്കെ വന്നത് കൂടുതൽ. എനിക്ക് തോന്നുന്നു അമൃതനേക്കാൾ കൂടുതൽ റോൾസിൽ ആളുകൾ കണ്ടിട്ടുള്ളത് അഭിരാമിനാണ്. അഭിരാമിനെ സിനിമയിൽ അഭിനയിക്കുന്ന ദുൽഖറിന്റെ ഒക്കെ നായികയായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നു, ആങ്കർ ആയിട്ട് കണ്ടിരിക്കുന്നു, സിംഗർ ആയിട്ട് കണ്ടിരിക്കുന്നു, സിംഗിളായിട്ടാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. പിന്നെ റെസ്റ്റോറന്റ് ഓണ്ടർപ്രണർ ആയിട്ട് കണ്ടിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണതാണോ അതോ ഇപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യണമാണ്? ഏതാ കുറച്ചുകൂടി നല്ലത്, ഏതാ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ നല്ലത്? ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഞാൻ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, നമുക്കത് തുടക്കത്തിലൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഈ കാര്യം ചെയ്യാ ആ കാര്യം ചെയ്യാ. പക്ഷെ എസ്പെഷ്യലി ഈ ജനറേഷനിൽ എന്ത് മൈക്രോ ടാലന്റും ആയിക്കോട്ടെ, ഇപ്പം എന്ത് കാര്യം ആയിക്കോട്ടെ, ഒരു പൂമരിയയ്ക്ക് മാല കെട്ടാൻ അറിയാന്ന് വിചാരിച്ചോട്ടെ, അതിൽ എക്സ്പെർട്ടൈസ് ആയാൽ ഈ ജനറേഷനിൽ ഭയങ്കരമായിട്ട് സർവൈവ് ചെയ്യാം. അത് ഏത് രീതിയിലാണെങ്കിലും, സ്പെഷ്യലി സോഷ്യൽ മീഡിയനെയൊക്കെ നമ്മൾ നല്ലൊരു ടൂളായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ എന്റെ പോലെ കുറെ കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പറയുന്നില്ല, ഞാനിപ്പോ എന്തില് ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ്. അതിന്റെ ആവശ്യമില്ല. ഒത്തിരി ടാലന്റ് ഉള്ളത് ഒരു പ്രശ്നമാണ്. അങ്ങനത്തെ ഒരാണ് നമ്മള് മലയാളത്തില് ഓവർ കഴിവ് ഏറിയ ആളുകളെ ഞങ്ങൾ അല്ല. അപ്പൊ അതിനകത്ത് ഇപ്പൊ എനിക്കത് ഇഷ്ടമാണ്. ബിക്കോസ് എന്നെ ഒരു കാര്യങ്ങളും ബോർ ചെയ്യിക്കില്ല. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല. അതുപോലെ ഈ ഒരു ജനറേഷൻ എനിക്ക് കുറച്ചുകൂടെ ഒറ്റ കാര്യം മര്യാദയ്ക്ക് വൃത്തിക്ക് ചെയ്യാം, അതിന്റെ എല്ലാ അറ്റത്തും പോകുന്നതായിരിക്കും കുറച്ചുകൂടി അടിപൊളി എന്നാണ്. പക്ഷെ ഇങ്ങനെ എല്ലാരും അറിഞ്ഞിരിക്കാനും എല്ലാത്തിലും ഇൻവോൾവ് ആയിരിക്കാനും അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല.